ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് തുമ്പൂർമൊഴി ഡാം വരെ ഒന്ന് പോയിട്ട് വന്നാലോ? വീട്ടിൽ വെറുത്തിരുന്നപ്പോൾ വണ്ടി എടുത്തൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. വണ്ടി ഓടിച്ച് നമ്മൾ അവസാനം തുമ്പൂർമൊഴി ഡാം വരെ എത്തി. ഒട്ടും പ്ലാനല്ലാത്തൊരു യാത്ര. നമ്മൾ ഒട്ടും പ്ലാനല്ലാണ്ട് ചെയ്യുന്ന യാത്രകളായിരിക്കും കൂടുതൽ മനോഹരം, അല്ലേ? നമുക്ക് ഈ പച്ചപ്പും ഹരിതാപമൊക്കെ നിറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു പ്രത്യേക ആവേശമാണല്ലേ? അപ്പോൾ തുമ്പൂർമൊഴി ഡാം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുന്നേ വന്നിട്ടുള്ളതാണ്, ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ നൂൽപ്പാലം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ ഒരു പാലം കണ്ടപ്പോൾ ഇതാണ് നൂൽപ്പാലം എന്ന് പറയായിരുന്നു ഞങ്ങൾ. പക്ഷേ ഇതല്ല നൂൽപ്പാലം, വേറെ ഉണ്ട്. അത് വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരു വാക്കിംഗ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല പോലെ മൈൻഡ് റിലാക്സ് ആവുന്ന, ടൗണിലത്തെ തിരക്കും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഒരു വർഷം ജീവിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ച് പോയി. അത്ര സൈലൻ്റാണ് കേട്ടോ ഈ ഏരിയ. വെള്ളപ്പ് ഇവിടെ വരെ കയറും, അതാണ്. കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ നടന്ന് ഇപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ എൻട്രൻസിൽ വരുന്നത്. ഞങ്ങൾ ബാക്കിലത്തെ സൈഡിൽ കൂടെയാണ് വന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്കിംഗ് സ്പേസൊക്കെ അവിടെ കണ്ട. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ കൂടെ ഒരു പാർക്കിലേക്കൊക്കെ ആയിരിക്കും പോവുക. പിന്നെ അവിടെ വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിൻ്റെ മേലെ കയറിയിട്ട് ഫുൾ വ്യൂ കാണാൻ പറ്റും നൂൽപ്പാലത്തിൻ്റെ. അത്യാവശ്യം നല്ല വൃത്തിയിലും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് അവളെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഫുള്ളെന്ന് പറഞ്ഞു, ഇതൊന്നും കാണാൻ, പാർന്ന് കാണാൻ പറ്റില്ല, അത്രമാത്രം വെള്ള. എവിടെയാ അവള്? ഞങ്ങൾ അവിടേക്ക് പോയ സമയത്ത് ഒട്ടവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ, നൂൽപ്പാലത്തിൻ്റെ കീഴെ. പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ഇങ്ങനെ ഇരുന്നൊരു സംഭവം ഇപ്പം നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ബോധം പോവും. അത്രയ്ക്ക് വെള്ളമാണ് കുത്തിയൊലിച്ചിട്ട് ഒഴുകണത്. ഒരു ദിവസം കൊണ്ട് ഒക്കെയാണ് കാലാവസ്ഥ അത്രയും മറിയുന്നവിടെ. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ നോക്കണ്ട, ഇന്നും നാളെയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ പോയപ്പോഴത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു? അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം നല്ലൊരു പാർക്കായിരുന്നു. നല്ല നീറ്റിലും ക്ലീനിലും അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് ശരിക്കും ഒരു കുഞ്ഞ് ഡാമാണ് കേട്ടോ. ഷട്ടർ ഒട്ടും തുറന്നിട്ടില്ല, അടച്ചു കിടക്കുകയാണ്. കാരണം വെള്ളം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഷട്ടർ തുറന്നിട്ടേ ഇല്ല. അപ്പോൾ ഈ ഒരു ഡാമിലേക്ക് വരുന്ന വെള്ളം നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് കഴിഞ്ഞ് പോകുമ്പോഴാണ് അതിരപ്പള്ളി വരുന്നത്. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ നൂൽപ്പാലത്തിൻ്റെ അടുത്തെത്തി. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് കിട്ടുക. അധികം തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത്, അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് നൂൽപ്പാലത്തിൽ നിൽക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. വെള്ളം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. താഴേക്ക് എങ്ങനെ വീണ് കഴിഞ്ഞാൽ പീസാകും. അപ്പോൾ അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. വെള്ളം ഒട്ടുമില്ല. വെള്ളം ഇതിൽ ഉള്ള സമയത്ത് ഇതിനേക്കാട്ടും ബ്യൂട്ടിഫുള്ളായിരിക്കും കേട്ടോ. നമ്മൾ ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടെ വീണ്ടും വേറൊരു പാർക്കും കാണാനൊക്കെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾക്ക് ആതിരപ്പള്ളിയിലേക്ക് പിന്നെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ടൈം ഒട്ടും തികയില്ല. അതുകൊണ്ട് ഇതൊക്കെ നൂൽപ്പാലത്തിൻ്റെ വ്യൂ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് കയറി കഴിഞ്ഞിട്ടും ഇവിടെയും കുറേ, ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തുണ്ടല്ലോ അവിടെയും കുറേ പാർക്കുകളും പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു തുമ്പൂർമൊഴി ഡാം യാത്ര അടിപൊളിയായിരുന്നു. വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.